പ്രിയ വിദ്യാർത്ഥികളെ, +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ലെസൺ വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിസ് ഈസ് ആൻ എക്സ്ട്രീംലി ടച്ചിങ് സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഇന്ത്യൻ എഴുത്തുകാരൻ, ബംഗാളി ലിറ്ററേച്ചറിൽ നിന്നുള്ള പ്രഭാത് കുമാർ മുഖോപാധ്യായ് രചിച്ച വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. The bonds of human relationship are very strong. മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും വളരെ ദൃഢമാണ്. They are so complex that it is difficult for us to explain. അത്തരം ബന്ധങ്ങൾ പലപ്പോഴും വളരെ സങ്കീർണമാണ്. നമുക്കത് വിശദീകരിക്കാൻ പ്രയാസവുമായിരിക്കും. Words and deeds have a soothing effect and they cement the bonds of relationship. പല വാക്കുകളും പ്രവൃത്തികളും അവ മനുഷ്യന് ആശ്വാസം പകരും, മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കും. Here is a story about the importance of words. Read on. ഇവിടെ ഇതാ ആശ്വാസവചനങ്ങളെ പ്രാധാന്യം കാണിക്കുന്ന ഒരു കഥ, അത് വായിക്കുക. 2 വീഡിയോ ഭാഗങ്ങളിലായിട്ടാണ് ഈ ലെസൺ വിശദീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ 2 വീഡിയോകളും കണ്ട് ഈ ലെസൺ ശരിയാംവിധം പഠിച്ച് മനസ്സിലാക്കുക. Now, let's read the story. It was nearly 1 o'clock and I was feeling extremely hungry. സമയം ഏകദേശം 1 മണിയായി. എനിക്ക് വല്ലാത്ത വിശപ്പ് തോന്നിയിരുന്നു. So I made my way slowly to a vegetarian restaurant, which was not far away in St. Martin's Lane. ലണ്ടൻ പട്ടണത്തിൽ സെന്റ് മാർട്ടിൻ സ്ട്രീറ്റിൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. Lunch hours in London restaurants were not so crowded in those days. അക്കാലത്ത് ലണ്ടൻ റെസ്റ്റോറൻറ്റുകളിൽ ലഞ്ച് ടൈമിൽ വലിയ തിരക്ക് പതിവായിരുന്നില്ല. I found not more than 3 or 4 hungry people scattered around the room. റെസ്റ്റോറൻറ്റ് റൂമിൽ 3 or 4 ആളുകളിൽ കൂടുതൽ അവിടെ കൂടി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. I chose a table, seated myself and opened the newspaper. ഞാനൊരു ടേബിൾ തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്നു. അന്നത്തെ പത്രം തുറന്നുകൊണ്ട് അത് വായിക്കാൻ ശ്രമിച്ചുകൊണ്ട്. A waitress came up and waited politely for my order. ഒരു വെയിട്രസ് എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ ഓർഡർ വളരെ പൊളൈറ്റായിട്ട്, മാന്യമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി ഒരു വെയിട്രസ് എൻ്റെ അരികിലേക്ക് വന്നു. I raised my eyes from the newspaper. ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്നും കണ്ണുയർത്തിക്കൊണ്ട് glanced at the menu card. മെനുവിലേക്ക് നോക്കി. And told her what I required. എന്താണോ എനിക്ക് വേണ്ടത്, എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് ഞാൻ ആ വെയിട്രസിനോട് പറഞ്ഞു. Thank you, sir. എന്നോട് നന്ദി പറഞ്ഞ് she said and went briskly and noiselessly away. വളരെ മാന്യമായി, ശബ്ദമുണ്ടാക്കാതെ, briskly, quickly, പെട്ടെന്ന് തന്നെ ആ വെയിട്രസ് എൻ്റെ ഓർഡറും സ്വീകരിച്ച് പോയി. At that moment, my attention was drawn to a table not far from mine. എൻ്റെ ടേബിളിൽ നിന്നും അകലെ അല്ലാതെ ഉണ്ടായിരുന്ന ഒരു ടേബിളിലേക്ക് ആ സമയത്താണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. A young English girl was sitting there. ഇംഗ്ലീഷുകാരിയായ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. She had been watching me with interested surprise. താല്പര്യപൂർവ്വം, ആശ്ചര്യത്തോടു കൂടി ആ പെൺകുട്ടി എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. But turned her eyes away as soon as I looked at her. ഞാൻ അവളെ കണ്ട് അവളിലേക്ക് നോക്കിയപ്പോൾ ഉടനെ തന്നെ അവൾ അവളുടെ കണ്ണുകൾ പിൻവലിച്ചു. അവൾ എന്നെ നോക്കുന്നത് നിർത്തി. The girl was 13 or 14 years old. 13-14 വയസ്സായിരുന്നു ആ പെൺകുട്ടിക്ക്. Her clothes displayed or the clothes betrayed her poverty. അവളുടെ ദാരിദ്ര്യം അവളുടെ വേഷം ഡിസ്ക്ലോസ് ചെയ്തിരുന്നു, തുറന്നു കാട്ടിയിരുന്നു. Her hair hung in a heavy stream down her back. നീണ്ട തലമുടി ഒരു സ്ട്രീം പോലെ അവളുടെ പുറകേക്ക് നീണ്ടു വളർന്ന് കിടന്നിരുന്നു. സ്ട്രീം, ഒരു അരുവി പോലെ പടർന്നൊഴുകുന്ന പോലെയായിരുന്നു അവളുടെ തലമുടി. Her eyes were large. കണ്ണുകൾ വളരെ വലുതായിരുന്നു.
ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. ആ കണ്ണുകളിൽ ദുഃഖം തളം കെട്ടിയിരുന്നു. ദുഃഖത്തിൻ്റെ ഒരു പ്രകടനം ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഐ വാച്ച്ഡ് ഹർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. എന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഞാൻ അവളെ ഒന്ന് നോക്കി, അവൾ കാണാതെ. ഷീ വുഡ് നോട്ട് നോട്ടീസ്, ഞാൻ ശ്രദ്ധിക്കുന്നത് അറിയാതെ അവളെ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഈ സമയത്ത് മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. അവൾ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ ലഞ്ച് എനിക്ക് സെർവ് ചെയ്തു. വെയിട്രസ് എനിക്ക് ലഞ്ച് കൊണ്ടുവന്ന് തന്നു. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. അവൾ കഴിച്ചതിൻ്റെ ബില്ല് വെയിട്രസ് അവൾക്ക് നൽകി. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ഒരാൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഡെസ്കിൽ, കാഷ്യർ കൗണ്ടറിൽ ബില്ലടക്കുന്നത്. ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. വാതിലിന് അരികെയായിരുന്നു കാഷ്യർ ഡെസ്ക്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. പെൺകുട്ടി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. മൈ ഐസ് ഫോളോഡ് ഹെർ. എൻ്റെ കണ്ണുകൾ അവളെ തന്നെ പിന്തുടർന്നു. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ. അവൾ ബില്ല് പേ ചെയ്യുമ്പോൾ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്. പതിഞ്ഞ സ്വരത്തിൽ അവൾ കാഷ്യറോട് ചോദിച്ചു. എന്നെക്കുറിച്ചാണ് ചോദിച്ചത്. പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ? ആ വ്യക്തി അയാൾ ഒരു ഇന്ത്യക്കാരനാണോ അല്ലേ എന്ന് പറയാമോ? ഞാനൊരു ഇന്ത്യക്കാരനാണോ എന്ന് എന്നെക്കുറിച്ച് കാഷ്യറോട് ആ പെൺകുട്ടി ചോദിച്ചു. ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. എനിക്ക് തോന്നുന്നു അയാൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് കാഷ്യർ മറുപടിയും പറഞ്ഞു. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? അയാൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? ആ പെൺകുട്ടി വീണ്ടും ചോദിച്ചു. പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റീകോൾ ഹാവിംഗ് സീൻ ഹിം ബിഫോർ. ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ ഇയാളെ മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. റീകോൾ, റിമെമ്പർ. ഞാൻ ഇയാളെ കണ്ടതായി ഓർക്കുന്നില്ല, കാഷ്യർ അവളോട് പറഞ്ഞു. താങ്ക് യു സെഡ് ദ ഗേൾ. പെൺകുട്ടി കാഷ്യർക്ക് നന്ദി പറഞ്ഞ് ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ. ഒരിക്കൽ കൂടെ എൻ്റെ നേരെ നോക്കി. വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻറ്റ് ഔട്ട്. അല്പം ആശ്ചര്യത്തോടു കൂടി, അത്ഭുതത്തോടു കൂടിയാണ് അവൾ എന്നെ നോക്കിയത്. സ്റ്റാർട്ടിൽഡ് എയർ, സർപ്രൈസ്ഡ് അപ്പിയറൻസ് ആൻഡ് വെൻറ്റ് ഔട്ട്. എന്നിട്ട് നടന്ന് പുറത്ത്. ഇറ്റ് സർപ്രൈസ്ഡ് മീ. അതെന്നെ അത്ഭുതപ്പെടുത്തി. വൈ? വാട്ട് വാസ് ദ മാറ്റർ? എന്തുകൊണ്ടാണ്, എന്തായിരിക്കും കാര്യം അവൾ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ? ഹെർ ഇൻട്രസ്റ്റ് മീ എറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവൾക്ക് എന്നോടുള്ള താല്പര്യം, എന്നെക്കുറിച്ച് അറിയാനുള്ള ആ താല്പര്യം, അവളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം എന്നിലും ജനിപ്പിച്ചു. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് എ വെയിട്രസ്. ഞാൻ എൻ്റെ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്ത് വെയിട്രസിനോട് ചോദിച്ചു. ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ? അവിടെ ഇരുന്നിരുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയുമോ എന്ന് ഞാൻ ചോദിച്ചു. നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. പറയുകയാണെങ്കിൽ വ്യക്തമായി പറയാൻ എനിക്കറിയില്ല ആരാണെന്ന്. ഐ ഹാവ് നോട്ടീസ്ഡ് ഷി ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവൾ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? മറ്റ് ദിവസങ്ങളൊന്നും അവൾ ഇവിടെ വരാറില്ലേ? ഞാൻ ചോദിച്ചു. ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. ഇല്ല, മറ്റ് ദിവസങ്ങളിൽ ഞാൻ അവളെ ഇവിടെ കാണാറില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? അവൾ ആരാണെന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ വീണ്ടും വെയിട്രസിനോട് ചോദിച്ചു. പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ഒരുപക്ഷെ അവൾ ഇവിടെ അടുത്ത ഏതെങ്കിലും കടയിൽ ജോലി ചെയ്യുകയായിരിക്കാം, വെയിട്രസ് പറഞ്ഞു. ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ വീണ്ടും വെയിട്രസിനോട് ചോദിച്ചു. സാറ്റർഡേ ഈസ് പേ ഡേ. ശനിയാഴ്ച എന്നുള്ളത് പേ ഡേ ആണ്, ശമ്പളം കൊടുക്കുന്ന, കൂലി കൊടുക്കുന്ന ദിവസമാണ്. ദാറ്റ് ഇസ് വെൻ ഷീ കംസ്. അതുകൊണ്ടാണ് സാറ്റർഡേയിൽ അവൾ വരുന്നത്. അവൾ വരുന്ന ശനിയാഴ്ചയാണ് ഇവിടെ സാധാരണ കൂലിത്തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന ദിവസം. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. മറ്റ് ദിവസങ്ങളിൽ ഒരുപക്ഷെ അവൾക്ക് ലഞ്ച് വാങ്ങി കഴിക്കാൻ സാധ്യമായിരിക്കില്ല. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരുപക്ഷെ അവൾക്ക് അത്രയധികം പണം അവൾ സമ്പാദിക്കുന്നുണ്ടായിരിക്കില്ല, അവളുടെ കൂലി അത്രയ്ക്ക് ഉണ്ടായിരിക്കില്ല. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. ആ വെയിട്രസ് പറഞ്ഞ വാക്കുകൾ കേട്ട് ഐ വാസ് മൂവ്ഡ്. അതെൻ്റെ മനസ്സിൽ സ്പർശിച്ചു. ചെറിയൊരു കൂലിക്ക് ജോലി ചെയ്യുന്ന, ശനിയാഴ്ച മാത്രം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി, അവളെക്കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് വേദനിച്ചു.
The curiosity I felt about the girl persisted. ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാനുള്ള എൻ്റെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, പെർസിസ്റ്റഡ്, അത് മനസ്സിൽ തന്നെ തങ്ങി നിന്നു. റിപ്പീറ്റഡ് ആയിട്ട് ആ ജിജ്ഞാസ മനസ്സിൽ നിലനിന്നു. ഹു വാസ് ദ ചൈൽഡ്? ആരായിരിക്കാം ആ കുട്ടി? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ? എന്തുകൊണ്ടായിരിക്കാം അവൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചത്? വാസ് എ മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്? അവളുടെ താല്പര്യത്തിന് പിന്നിൽ അതിൻ്റെ കാരണം ഒരു മിസ്റ്ററി ആയിരിക്കുമോ? എന്തെങ്കിലും രഹസ്യമായിരിക്കുമോ? Her poverty-stricken, sad and anxious figure took possession of my thoughts. അവളുടെ ദാരിദ്ര്യവും അവളുടെ ദുഃഖവും അവളുടെ ആങ്ഷ്യസ് ഫിഗർ, ആകാംക്ഷ നിറഞ്ഞ ആ രൂപവുമൊക്കെ എൻ്റെ ചിന്തകൾക്ക് കാരണമായി. അതെല്ലാം എൻ്റെ ചിന്തകളിൽ തങ്ങി നിന്നു. ഓൺ സൺഡേസ് all London shops are closed. ഞായറാഴ്ച ദിവസം ലണ്ടനിലെ മിക്ക ഷോപ്സും അടഞ്ഞുകിടക്കും. So I set out to look for her after breakfast on Monday morning. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞാൻ അവളെക്കുറിച്ച് അവൾ അന്വേഷിച്ച് സെറ്റ് ഔട്ട്, യാത്ര പുറപ്പെട്ടു, ഇറങ്ങി പുറപ്പെട്ടു. I looked into the shops on the streets near St. Martin's. സെൻറ്റ് മാർട്ടിൻ സ്ട്രീറ്റിലുള്ള ആ തെരുവിലുള്ള എല്ലാ കടകളിലും ഞാൻ നോക്കി. ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. മാത്രമല്ല ലണ്ടൻ സ്ട്രാൻഡ്, പാസേജ് സ്ട്രീറ്റ്, നടപ്പാതകളുള്ള ആ സ്ട്രാൻഡ് സ്ട്രീറ്റിലും, ലണ്ടനിലെ ഒരു പ്രധാന സ്ട്രീറ്റാണ് സ്ട്രാൻഡ്, അവിടെയുമൊക്കെയുള്ള ഷോപ്പുകളിൽ ഞാൻ നോക്കി. ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. ആ പെൺകുട്ടിയുടെ ഒരു ലക്ഷണവും അവിടെയൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ദ വീക്ക് പാസ്റ്റ്. വീണ്ടും ഒരാഴ്ച കൂടെ കടന്നുപോയി. സാറ്റർഡേ കെയിം അഗൈൻ. വീണ്ടും ഒരു ശനിയാഴ്ച കടന്നു വന്നു. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. ഒരിക്കൽ കൂടെ ഞാൻ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. മുമ്പ് കണ്ടതുപോലെ തന്നെ അതേ ടേബിളിൽ അവൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടു. ഷി വാസ് ഈറ്റിംഗ്. അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ്. ഞാൻ നേരെ കടന്നു ചെന്ന് അവൾക്കെതിരെയുള്ള ഒരു കസേരയിൽ ഇരുന്ന് അതേ ടേബിളിൻ്റെ എതിർവശത്ത് ഇരുന്നു. സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഷി റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. അല്പം മടിയോടെ അവളും ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് റെസ്പോണ്ട് ചെയ്തു, പ്രതിവചിച്ചു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ആബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഓരോ അഭിപ്രായങ്ങൾക്ക് പിറകെ മറ്റൊന്ന്, പലതും പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ക്രമേണ അവളുമായിട്ട് ഒരു കോൺവെർസേഷൻ, സംഭാഷണം ആരംഭിച്ചു. അറ്റ് ലാസ്റ്റ് ഷി ആസ്ക്ഡ്, ആർ യു ആൻ ഇന്ത്യൻ? അവസാനം അവൾ എന്നോട് ചോദിച്ചു, താങ്കളൊരു ഇന്ത്യക്കാരനാണോ? യെസ്, അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? താങ്കളൊരു വെജിറ്റേറിയൻ ആണോ? അവൾ എന്നോട് ചോദിച്ചു. വൈ ഡു യു ആസ്ക് ദാറ്റ്? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ അവളോട് ചോദിച്ചു. ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. മിക്ക ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ മറുപടി പറഞ്ഞു. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? നിനക്ക് എങ്ങനെ അതൊക്കെ അറിയാം? നിനക്ക് ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഈസ് എ സോൾജർ. എൻ്റെ മൂത്ത സഹോദരൻ ഇന്ത്യയിലാണ്, അയാളൊരു പട്ടാളക്കാരനാണ്. അവൾ പറഞ്ഞു. ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ. ഞാൻ അവൾക്ക് മറുപടി എന്നോണം പറഞ്ഞു, ഞാൻ അത്ര വലിയ ഒരു പരിപൂർണനായ വെജിറ്റേറിയൻ അല്ല. ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണം ഞാൻ ആസ്വദിക്കാറുണ്ട്. ദ ഗേൾ സീം ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ മറുപടി കേട്ട് അവൾക്ക് നിരാശ തോന്നി. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. അവളുടെ ഏക ഗാർഡിയൻ, സംരക്ഷകൻ, അവളുടെ ആ മൂത്ത സഹോദരനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഷീ ലിവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോവ്ഡ് മദർ. അവൾ ജീവിക്കുന്നത് അവളുടെ വൃദ്ധയായ, വിഡോവ്ഡായ, ഭർത്താവ് മരണപ്പെട്ട എന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിച്ച് വിധവയായ
വൃദ്ധയായ അമ്മയോടൊപ്പമാണ് അവൾ ജീവിച്ചു വരുന്നത് എന്നും ഞാൻ മനസ്സിലാക്കി. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? നീ നിൻ്റെ സഹോദരൻ്റെ വിവരങ്ങളൊക്കെ അറിയാറുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. യു ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് സഹോദരനിൽ നിന്നും എഴുത്തൊന്നും കിട്ടാറില്ല, അവൾ പറഞ്ഞു. മൈ മദർ ഈസ് വെരി വറീഡ്. എൻ്റെ അമ്മ ആകെ വിഷമത്തിലാണ്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ആളുകൾ പറയുന്നു അമ്മയോട്, ഇന്ത്യ നിറയെ ടൈഗേഴ്സ്, കടുവകളും, ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്, പാമ്പും പിന്നെ പനി, എല്ലായിടത്തും പനി രോഗമൊക്കെയുള്ള ഒരു രാജ്യമാണെന്നാണ് ആളുകൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് അഫ്രെയ്ഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. എൻ്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് അമ്മ പേടിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അത് ശരിയാണോ സാറേ? എല്ലാവരും പറയുന്ന പോലെ ഇന്ത്യയിൽ നിറയെ കടുവകളും പാമ്പുകളും പനിയുമൊക്കെയാണോ? നോ, ഐ സ്മൈൽഡ്. അല്ല, നിങ്ങൾ കേട്ട പോലെയല്ല, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദർ ഇഫ് ഇറ്റ് വർ? നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് കേട്ട പോലെയാണ് കാര്യങ്ങളെങ്കിൽ അവിടെ പിന്നെ എങ്ങനെ ജനങ്ങൾ ജീവിക്കുക? ഞാൻ അവളോട് ചോദിച്ചു. ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. ഇത് കേട്ടപ്പോൾ നേരിയ ഒരാശ്വാസത്തോടെ അവൾ ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് അവൾ പറഞ്ഞു, മൈ മദർ സെസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. ഒരു ഇന്ത്യക്കാരനെ കാണുകയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാളോട് ചോദിക്കാമെന്ന് അമ്മ പറയുന്നുണ്ട്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. ഇതും പറഞ്ഞ അവൾ എൻ്റെ നേരെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ നിറയെ എൻട്രീറ്റി, ഒരു അപേക്ഷയുണ്ടായിരുന്നു. ഞാനൊന്ന് ആ അമ്മയെ കാണാൻ ചെന്നെങ്കിൽ എന്നുള്ള ഒരപേക്ഷ. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷി ഫെൽറ്റ്. അവളുടെ മനസ്സിൽ എന്താണ് തോന്നിയത് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഷീ വാണ്ടഡ് മീ ടു സീ ഹർ മദർ. ഞാൻ അവളുടെ അമ്മയെ കാണണം, അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ്. പക്ഷേ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ടു ആസ്ക് മീ ടു അക്കംപനി ഹർ ഹോം. അവളുടെ വീട്ടിലേക്ക് അവളെ കൂടെ പോകാൻ എന്നോട് ആവശ്യപ്പെടാൻ, അവളുടെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ എന്നോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ എ കീൻ ഡിസയർ ടു മീറ്റ് ദിസ് പുവർ ആൻഷ്യസ് മദർ ടുക്ക് ഹോൾഡ് ഓഫ് മീ. ആ ആകാംക്ഷ നിറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനെ കാണാൻ മോഹിക്കുന്ന ആ അമ്മയെ ഒന്ന് കാണാൻ എന്നിലും ഒരു കീൻ ഡിസയർ, ഒരു അദമ്യമായ ആഗ്രഹം, വലിയൊരു ആഗ്രഹം എന്നിലുമുണ്ടായി. ഐ ഹാഡ് നോട്ട് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപോവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം. ഒരു ദാരിദ്ര്യം പിടിച്ച പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാനുള്ള ഒരവസരം എനിക്കിതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ തെരുവിൽ കാണുന്നതൊക്കെ വിദ്യാസമ്പന്നരായ, നല്ല നിലയിൽ കഴിയുന്ന സമ്പന്നരായ ഇംഗ്ലീഷുകാരെയാണ്. ഒരു ഇംപോവറിഷ്ഡ്, ദാരിദ്ര്യം പിടിച്ച പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് കുടുംബത്തിൻ്റെ അവസ്ഥ കാണാനും അറിയാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഐ വിഷ്ഡ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. എങ്ങനെയാണ് പാവപ്പെട്ട ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്നറിയാൻ എനിക്ക് മോഹമുണ്ടായിരുന്നു. ടു നോ വാട്ട് ദേ തിങ്ക്. അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാനും. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? എപ്പോഴെങ്കിലും നീ എന്നെ നിൻ്റെ അമ്മക്കൊന്ന് പരിചയപ്പെടുത്തുമോ? ഞാൻ അവളോട് ചോദിച്ചു. വുഡ് യു ലൈക്ക് മീ ടു അക്കംപനി യു ഹോം? നിൻ്റെ വീട്ടിലേക്ക് ഞാൻ നിൻ്റെ കൂടെ വരട്ടെയോ? ഐ ക്യാൻ ഗോ സം ഡേ. എന്നെങ്കിലും ഒന്ന് എനിക്ക് വരാൻ കഴിയും, ഞാൻ അവളോട് ചോദിച്ചു. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് കേട്ട് അവളുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ബ്രിംഡ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോഡ്. അവളുടെ കണ്ണുകളിൽ എൻ്റെ ഈ ചോദ്യം അത് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അവളുടെ കണ്ണുകളിൽ എന്നോടുള്ള നന്ദിയും കടപ്പാടും നിറഞ്ഞു കവിഞ്ഞു. താങ്ക് യു എവർ സോ മച്ച് ഹി സെഡ്. വളരെ നന്ദി സർ എന്നവൾ എന്നോട് പറഞ്ഞു. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ? താങ്കൾക്ക് എന്നോടൊപ്പം ഇപ്പോൾ വരാൻ പറ്റുമോ? താങ്കളൊരു ദയാലുവാണ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. നിങ്ങളുടെ ആ ദയയാണ് കാണിക്കുന്നത് എന്നൊക്കെ രൂപത്തിൽ എന്നെ പുകഴ്ത്തിക്കൊണ്ട് എന്നോട് ഇപ്പോൾ കൂടെ വരാമോ എന്ന് ചോദിച്ചു. വിത്ത് പ്ലഷർ.
തീർച്ചയായും സന്തോഷത്തോടെ ഞാൻ വരാം. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യത്തിന് തടസ്സമാകുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ വരുന്നത് നിന്റെ എന്തെങ്കിലും പ്രവർത്തനത്തെ ഇൻ്റർഫിയർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നതാകുമോ? നോ 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 നോട്ട് അറ്റ് ഓൾ. ഇല്ല, ഒരിക്കലുമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഈ ആഫ്റ്റർനൂൺ എൻ്റേതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ ആഫ്റ്റർനൂൺ ഫ്രീ ആണ്. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. ആ പെൺകുട്ടിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ്. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മേ ഐ നോ യുവർ നെയിം? നിൻ്റെ പേരെന്താണ്? മൈ നെയിം ഈസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഇതാണ് എൻ്റെ ഫുൾ നെയിം, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷി ആസ്ക്ഡ്. നടക്കുന്നത് പ്രയാസമുണ്ടോ? നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ എനിക്ക് തീരെ പ്രയാസമില്ല, ഞാൻ മറുപടി പറഞ്ഞു. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. ഇല്ല, എനിക്ക് പ്രയാസമില്ല. ഞാൻ നിത്യേന വീട്ടിലേക്ക് നടക്കാറാണ് പതിവ്. ഐ ആസ്ക്ഡ് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൻ? ഈ വഴി എന്നും വരാറുണ്ടോ? ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. യെസ്, ഷി ആൻസേർഡ്. അതെ, അവൾ മറുപടി പറഞ്ഞു. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർ. ഇവിടെ സിവിൽ സർവീസ് സ്റ്റോറിൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. എന്നും ആഫ്റ്റർനൂണിൽ ഈ വഴിയാണ് ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളത്. ടുഡേ ഈസ് സാറ്റർഡേ, സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ ജോലി കഴിഞ്ഞത് നേരത്തെ ഇറങ്ങിയത്. ഷാൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്? ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് എന്നോ ആലിസ് എന്നോ വിളിക്കട്ടെ? ഞാൻ അവളോട് ചോദിച്ചു. ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. ഞാൻ മുതിർന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ വലിയൊരാളല്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് എന്നെ എന്തും വിളിക്കാം. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. ഷി ലാഫ്ഡ്. എന്നെ എല്ലാവരും പതിവായി മാഗി എന്നാണ് വിളിക്കാറ്. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരാൻ ആകാംക്ഷയായോ? നീ ഇപ്പോൾ ഒരു കുട്ടിയാണ്, മുതിർന്ന ഒരാളായി വളരാൻ ആകാംക്ഷയായോ? യെസ്, അതെ, ആകാംക്ഷയുണ്ട്. ടെൽ മി വൈ. എന്തുകൊണ്ട് നിനക്ക് വളരെ പെട്ടെന്ന് വളർന്ന് വലുതാകണമെന്ന് ആകാംക്ഷയുള്ളത്? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. ഞാൻ മുതിർന്ന ഒരാളാകുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന അതേ ജോലിക്ക് എനിക്ക് കൂടുതൽ പണം ലഭിക്കും. മൈ മദർ ഈസ് ഓൾഡ്. എൻ്റെ അമ്മ പ്രായമായിരിക്കുകയാണ്. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ? ഞാൻ ചോദിച്ചു. നോ, അല്ല. ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. വളരെ യാന്ത്രികമായ ഒരു ജോലിയാണത്. ഒട്ടും താല്പര്യമില്ലാത്ത വിരസമായ ഒരു ജോലി. ഐ വാണ്ട് ടു വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്. എൻ്റെ തലയും ബ്രെയിനുമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. ഒരു സെക്രട്ടറി ചെയ്യുന്ന തരത്തിലുള്ള ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവൾ പറഞ്ഞു. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഞങ്ങൾ ഒരു പാലവും കടന്ന് ലാംബത്ത് സ്ട്രീറ്റിൽ പ്രദേശത്തെത്തി. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. വളരെ പാവങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷൽ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ. ഞാൻ എന്തെങ്കിലും ഒരു സെക്രട്ടറിയായി ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെ ഈ ലാംബത്ത് പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കും. ഇവിടെ വളരെ മോശമായ ഒരു സ്ഥലമാണ്, അവൾ പറഞ്ഞു. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? നിന്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ മാക്സി എന്നാണോ വിളിക്കാറ്? ഞാൻ അവളോട് ചോദിച്ചു. വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾഡ് മീ മാക്സി. അച്ഛൻ എന്നോട് വളരെ സ്നേഹമുണ്ടാകുമ്പോൾ, അഫെക്ഷനേറ്റ് ആകുമ്പോൾ എന്നെ മാക്സി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഹൗ ഡിഡ് യു നോ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ ചോദിച്ചു. യെസ് യെസ്, ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. അല്പം നിഗൂഢമായി, വിചിത്രമായി തന്നെ ഞാൻ അവളോട് പറയാൻ തുടങ്ങി. വി ആർ ഇന്ത്യൻസ്, യു നോ. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, നിനക്കറിയാമോ? വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാ മാജിക്കിനെ കുറിച്ചും അറിയാം. ഞങ്ങൾക്ക്
മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞാൻ തമാശ രൂപത്തിൽ അവളോട് പറഞ്ഞു. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. അതെ, ഞാനത് കേട്ടിട്ടുണ്ട്, ഇന്ത്യക്കാരെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അവളും പറഞ്ഞു. ഇൻഡീഡ്, തീർച്ചയായും നീ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഐ വാസ് സർപ്രൈസ്ഡ്, ഞാൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. വാട്ട് ഹാവ് യു ഹേർഡ്, നീ എന്താണ് ഇന്ത്യക്കാരെക്കുറിച്ച് കേട്ടത്? അവൾ പറഞ്ഞു, ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹൂ ഹാവ് അക്കൾട്ട് പവേഴ്സ്. ഇന്ത്യയിൽ ധാരാളം ആളുകളുണ്ട്, അവർക്ക് അക്കൾട്ട് പവേഴ്സ്, മാജിക്കൽ ഓർ സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. മാന്ത്രികമായ അല്ലെങ്കിൽ അമാനുഷികമായ ശക്തിയുള്ള ഒരുപാട് പേർ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്, അവരെ യോഗികൾ എന്നാണ് വിളിക്കുക. ബട്ട് യു ആർ നോട്ട് എ യോഗി, പക്ഷേ താങ്കൾ ഒരു യോഗിയല്ല, അവൾ പറഞ്ഞു. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി, മാഗി? മാഗി, ഞാനൊരു യോഗിയല്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. യോഗിസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികൾ മാംസം കഴിക്കില്ല. താങ്കൾ ഇടയ്ക്കൊക്കെ മാംസം കഴിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ഫുൾ വെജിറ്റേറിയൻ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യോഗികൾ മാംസം ഭക്ഷിക്കാറില്ല, അതുകൊണ്ട് താങ്കൾ ഒരു യോഗിയല്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അതുകൊണ്ടാണ് നീ തുടക്കത്തിലേ ചോദിച്ചത് ഞാനൊരു വെജിറ്റേറിയൻ ആണോ അല്ലേ എന്ന്, അല്ലേ? ഞാൻ അവളോട് ചോദിച്ചു. ഷീ സ്മൈൽഡ് വിതൗട്ട് ആൻസറിങ്. അതിന് മറുപടി പറയാതെ അവളൊന്ന് പുഞ്ചിരിച്ചു. വി ഹാഡ് റീച്ച്ഡ് എ നാരോ ഡോർവേ. അങ്ങനെ ഞങ്ങൾ ഒരു ഇടുങ്ങിയ ഗേറ്റിനരികെ എത്തി. മാഗി ടുക്ക് എ തിൻ ലാച്ച് ലോക്ക് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അവൾ അവളുടെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോലെടുത്ത് ആ ഡോർ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ്, പ്ലീസ് കം ഇൻ. അവൾ ആദ്യം അകത്ത് പ്രവേശിച്ച് എന്നോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വെൻ ഐ വാസ് ഇൻസൈഡ്, മാഗി ക്ലോസ് ദ ഡോർ. ഞാനും അകത്ത് കടന്ന് മാഗി ഡോർ അടച്ചു. ഷീ വെൻ ടു ദ ഫൂട്ട് ഓഫ് ദ സ്റ്റെയേഴ്സ്. ഒരു കോണിപ്പടിയുടെ ഫൂട്ട്, അതിൻ്റെ ആദ്യ സ്റ്റെപ്പിൻ്റെ അരികെ എത്തിയിട്ട് അവൾ അവിടെ നിന്നു. റൈസിങ് ഹെർ വോയിസ് എ ലിറ്റിൽ. അവളുടെ ശബ്ദം അല്പം ഉയർത്തിക്കൊണ്ട് കോൾഡ്, ഉറക്കെ വിളിച്ചു. മദർ, വെർ ആർ യു? അമ്മേ, നിങ്ങൾ എവിടെയാണ്? അവൾ ഉറക്കെ വിളിച്ച് ചോദിച്ചു. ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ്. ഞാനിവിടെ അടുക്കളയിലുണ്ട്. ദി ആൻസർ കെയിം ഫ്രം ബിലോ. താഴെ നിന്നും മുകളിലേക്ക്, താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് എന്ന പോലെ അടുക്കളയിൽ നിന്നും ഞാനിവിടെ അടുക്കളയിലുണ്ടെന്നുള്ള മറുപടി പുറത്തേക്ക് കേട്ടു. കം ഡൗൺ, ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വാ എന്നും ആ ശബ്ദം പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്. ഒരു കാര്യം ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ലണ്ടൻ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, എപ്പോഴും ലണ്ടൻ സ്ട്രീറ്റ് ഗ്രൗണ്ട് ലെവലിനേക്കാളും അല്പം ഉയർന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. തെരുവിനേക്കാളും താഴ്ന്ന ഒരു ഭാഗത്തായിരിക്കും വീടുകളുടെ അടുക്കള പണിതിരിക്കുക. അതുകൊണ്ടാണ് ആ കോണിപ്പടി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതും ആ കോണിപ്പടിയുടെ മുകളിൽ നിന്ന് അവൾ വിളിച്ചു ചോദിച്ച് താഴെ അടുക്കളയിൽ നിന്നും അമ്മ ഐ ആം ഇൻ ദ കിച്ചൺ എന്ന് മറുപടി പറഞ്ഞതും. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റനിങ്ലി. ഡു യു മൈൻഡ്? എൻ്റെ നേരെ ഒരു ചോദ്യഭാവത്തിൽ അവളൊന്ന് നോക്കി. ഡു യു മൈൻഡ്? അടുക്കളയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നിങ്ങൾ മൈൻഡാക്കുമോ? നിങ്ങൾക്കത് പ്രശ്നമാകുമോ എന്ന രൂപത്തിൽ. നോട്ട് ഇൻ ദ ലിസ്റ്റ്. ഇല്ല, അതൊരു പ്രശ്നമേ അല്ല. കം ഓൺ, ഐ സെഡ്. വാ, നമുക്ക് താഴെ അടുക്കളയിൽ പോകാം എന്ന രൂപത്തിൽ ഞാൻ അവളോട് പറഞ്ഞു. ടുഗദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡിസെൻഡഡ്, കെയിം ഡൗൺ, ഞങ്ങൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക്. മദർ, സെഡ് മാഗി ഫ്രം ദ ഡോർവേ. അടുക്കളയിലേക്കുള്ള വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ മാഗി അമ്മയെ വിളിച്ചു. ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു. ഇതാ ഒരു ഇന്ത്യക്കാരൻ അമ്മയെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹു ഈസ് ഹി? വേർ ഈസ് ഹി? എവിടെയാണ് അയാൾ? എവിടെ? ആകാംക്ഷയോടുകൂടി ദി ഓൾഡ് വുമൺ ആസ്ക്ഡ് ഈഗർലി. വളരെ ആകാംക്ഷയോടുകൂടി അത് കേട്ടപ്പോൾ തന്നെ എവിടെ അദ്ദേഹം? അമ്മ ചോദിച്ചു. വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഒരു പുഞ്ചിരിയോടുകൂടി മാഗിക്ക് പിറകെ ഞാനും അടുക്കളയിലേക്ക് കയറി ചെന്നു. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. ഞങ്ങൾ രണ്ടു പേർക്കും, എന്നെയും അമ്മയെയും
ആ മാഗി തന്നെ പരസ്പരം പരിചയപ്പെടുത്തി. ദിസ് ഇസ് മിസ്റ്റർ ഗുപ്ത മദർ. അമ്മേ, ഇത് മിസ്റ്റർ ഗുപ്ത. ഷീ സെഡ്, മിസ്റ്റർ ഗുപ്ത മൈ മദർ. ഇത് എൻ്റെ അമ്മയാണ് മിസ്റ്റർ ഗുപ്ത എന്നും പരസ്പരം അമ്മയ്ക്ക് എന്നെയും എന്നെ അമ്മയ്ക്കും മാഗി പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നു. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. സാധാരണ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ നാം ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി അമ്മയുടെ നേരെ ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി കൈ നീട്ടി. എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്, ഷീ സെഡ്, ഹോൾഡിംഗ് ദം ഔട്ട് ഫോർ മീ ടു സീ. എനിക്ക് കാണാൻ വേണ്ടി നീട്ടി പിടിച്ച് കാണിച്ചുകൊണ്ട് എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്, നോക്കി എൻ്റെ കൈകൾ വൃത്തികേടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ദേ ആർ കവേർഡ് വിത്ത് ഫ്ലവർ. അരിപ്പൊടി, അതുകൊണ്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ കൈകൾ. ടുഡേ സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഷീ എക്സ്പ്ലെയിൻഡ്. ഐ ആം മേക്കിംഗ് കേക്ക്സ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശനിയാഴ്ച ഞങ്ങൾക്ക് കുറച്ച് തിരക്കാണ്. ഞാനിവിടെ അടുക്കളയിൽ കേക്ക് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലോർ, അരിമാവ്, അതും പൊടിയുമൊക്കെ നിറഞ്ഞ് കൈ ആകെ വൃത്തികേടാണ് എന്നാണ് അമ്മ പറഞ്ഞത്. മാത്രമല്ല, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ഈ വൈകുന്നേരം ഈ കേക്കൊക്കെ വാങ്ങാൻ ആളുകൾ വരും. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ് ടു നൈറ്റ്. തെരുവിൽ ഇന്ന് വൈകുന്നേരം വിൽക്കാനുള്ളതാണ് ഈ കേക്കൊക്കെ. ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ്, ലോട്ട്സ് ഓഫ് ട്രബിൾ. ഈ രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഒപ്പിച്ചു പോകുന്നത്. ലോട്ട്സ് ഓഫ് ട്രബിൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. വിദ്യാർത്ഥികൾ 2 വീഡിയോ പാർട്ടുകളും കണ്ട് ഈ ലെസൺ ശരിയാം വിധം മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇതുവരെ വിശദീകരിച്ച ഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.